ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ്. നമ്മൾ ഇന്ന് മോർണിംഗ് ഹെയർ കെയർ ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നൈറ്റ് ഹെയർ കെയർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് പേരൊക്കെ മോർണിംഗ് ഹെയർ കെയറും കൂടി കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ പറയാം, അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എങ്കിലും നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് എൻ്റെ മോർണിംഗ് ഹെയർ കെയർ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. നൈറ്റ് ഹെയർ കെയർ, മോർണിംഗ് ഹെയർ കെയർ ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ഹെയർ കെയറിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നൈറ്റ് ഹെയർ കെയർ ചെയ്യാനുള്ള സമയമുണ്ട്, പക്ഷേ മോർണിംഗ് ഹെയർ കെയർ ചെയ്യാൻ ഒരു സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോലിക്കൊക്കെ പോകുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. മോർണിംഗ് ഹെയർ കെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ നമ്മളിപ്പോൾ മോർണിംഗ് ഹെയർ കെയർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, നമ്മൾ നൈറ്റ് ഹെയർ കെയർ ചെയ്യുമ്പോൾ പറഞ്ഞത് തന്നെയാണ്, നമുക്ക് മുടി നന്നായിട്ടൊന്ന് ചീകി കെട്ട് കളഞ്ഞ് വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചീപ്പൊക്കെ ഉപയോഗിക്കും, പല്ല അകലുള്ള ഒരു ചീപ്പ് ഉപയോഗിച്ചിട്ട് മുടി ചീകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചീപ്പൊക്കെ നമ്മളൊരു 2-3 ദിവസം കൂടുമ്പോൾ കഴുകി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുടി നന്നായിട്ട് ചീകി കെട്ട് കളഞ്ഞ് വെക്കണം. അപ്പോൾ മുടി ചീകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുടിയുടെ താഴെ നിന്ന് ഇങ്ങനെ ചീകി കെട്ട് കളഞ്ഞിട്ട് വേണം ചെയ്യണം. ഒറ്റയടിക്ക് ചീകിയിട്ട് നമ്മൾ മുടി വലിച്ചു പൊട്ടിക്കരുത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഞാൻ നല്ല ചീകി സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മുടി ആദ്യം രണ്ട് സൈഡിലൊക്കെ ഇട്ട് ചീകി കെട്ട് കളഞ്ഞ് വെക്കുക. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ നൈറ്റ് ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ട് നമ്മൾ മുടിയൊക്കെ കെട്ടി വെച്ച് തന്നെയായിരിക്കും. അപ്പോൾ വലിയ എന്താ പറയുക, ജടയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എങ്കിലും നമ്മൾ കിടക്കുന്ന സമയത്ത് ഒരു ചെറിയ കെട്ടുകളും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് മുടി ചീകി മുടിയുടെ കെട്ടൊക്കെ കളഞ്ഞിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഹെയർ സിറം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഹെയർ സിറം അല്ലെങ്കിൽ ടോണർ, ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കഴിഞ്ഞ ദിവസം നൈറ്റ് ഹെയർ കെയർ കാണിക്കുമ്പോൾ കാണിച്ചു തന്ന സെറമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെറമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ സെറം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ടോണർ ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ടോണർ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ സെറം ആണെങ്കിലും ടോണർ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാൻ ഇപ്പം മോർണിംഗ് ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ടോണറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് സെറമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോണർ തയ്യാറാക്കുന്നത് ഞാൻ മുമ്പ് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത്, മോർണിംഗ് ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ടോണർ ഉപയോഗിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് റോസ്മേരി വാട്ടർ ആണ് കേട്ടോ. റോസ്മേരി വാട്ടർ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കുന്ന റോസ്മേരി ഉപയോഗിച്ചിട്ടുള്ള ടോണറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ടോണർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് റോസ്മേരിയുടെ ലീവ്സ് എടുക്കുക കേട്ടോ. റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു 2 സ്പൂൺ അളവിൽ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്കൊക്കെ ഉപയോഗിക്കാൻ ഈ ഒരു 2 സ്പൂൺ തന്നെ ധാരാളമാണ് കേട്ടോ. ഒരുപാടൊന്നും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 സ്പൂൺ അളവിൽ റോസ്മേരി ലീവ്സ് എടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ ഒരു 2 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ടോണർ വേണോ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 2 സ്പൂൺ റോസ്മേരി ലീവ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതിന് 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളപ്പിക്കാൻ തന്നെ ഒരു 10-15 മിനിറ്റ് നമ്മൾ നന്നായിട്ട് തന്നെ ഇത് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ആ ഒരു റോസ്മേരിയുടെ സത്ത് മൊത്തം നമുക്ക് ആ വെള്ളത്തിൽ കിട്ടുന്ന ആ ഒരു സമയം വരെ നന്നായിട്ട് തന്നെ തിളപ്പിക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ബ്രൗൺ നിറത്തിലുള്ളൊരു വാട്ടറാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ റോസ്മേരി വാട്ടർ നിങ്ങൾക്ക് ഒരു പാക്കായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് മുടിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇനി ഒരു ടോണറായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏറ്റവും നല്ലതാണ്. കാരണം ഓയിലി ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആയിപ്പോൾ. അപ്പോൾ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ 4-5 ഡ്രോപ്പ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇനി ആൽമണ്ട് ഓയിൽ ഉണ്ട്, ഒലീവ് ഓയിൽ ഉണ്ട്, അതൊക്കെ നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ ഒരു 3-4 ഡ്രോപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ടോണർ തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. സ്പ്രേ ബോട്ടിലാകുമ്പോൾ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ. മോർണിംഗ് നമ്മൾ എപ്പോഴും തയ്യാറാക്കുന്നില്ല, ഒരാഴ്ചയ്ക്ക് നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്കിത് പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരാഴ്ചയ്ക്ക് എടുത്ത് വെക്കണമെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഉപയോഗിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കുക. ആ ഒരു തണുപ്പ് മാറിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് സ്കാൽപ്പിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മോർണിംഗ് ഹെയർ കെയർ, നൈറ്റ് ഹെയർ കെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ടോണർ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് മുടിയിൽ ഇങ്ങനെ തണുപ്പ് വരുന്ന രീതിയിൽ, നനയുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കാൽപ്പിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ആവണമെന്നൊന്നും നിർബന്ധമില്ല, കുറച്ച് കേട്ടോ. നമ്മുടെ സ്കാൽപ്പിന് ആ ഒരു മോയ്സ്ചർ കിട്ടാൻ വേണ്ടി മാത്രം. അല്ലെങ്കിൽ ഒരുപാട് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണങ്ങിയിട്ടല്ലേ കെട്ടി വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. പാക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ മോർണിംഗ് ഹെയർ കെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലൊക്കെ കുറച്ച് എല്ലായിടത്തും ഒന്ന്
സ്പ്രേ ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയും. എന്നിട്ട് ഞാൻ പറയും എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അങ്ങനെയല്ല, കുറച്ച് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെ ആവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് മോർണിംഗ് ഹെയർ കെയറിൽ ഈ ഒരു ടോണർ ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടി സെറം ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ റോസ്മേരി ഒക്കെ നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ ഇതുപോലെ ഒരു ടോണർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പം ഞാനിത് സ്കാൽപ്പിൽ ഒരുവിധം സ്പ്രേ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുടിയിലും കുറഞ്ഞ അളവിൽ മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. മുടിയുടെ അറ്റത്തൊക്കെ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുടിയൊക്കെ സ്പ്ലിറ്റ് ആവാതിരിക്കാനൊക്കെ വൈറ്റമിനിയൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ കുറഞ്ഞ അളവിൽ മുടിയിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്ര മാത്രം മതി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 സ്പൂൺ റോസ്മേരി എടുത്താൽ തന്നെ നമുക്ക് ഒരാഴ്ചത്തേക്ക് ധാരാളം എന്നുള്ളത്. അപ്പോൾ കുറഞ്ഞ അളവിൽ തയ്യാറാക്കിയാൽ മതി. ഒരാഴ്ചത്തേക്കൊക്കെ തയ്യാറാക്കിയിട്ട് വെക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ, സോഫ്റ്റ് ആയിട്ട്. ഇനിയിപ്പോൾ രാത്രി ചെയ്യുന്ന പോലെ മുടി മുമ്പോട്ടൊക്കെ ഇട്ടിട്ട് മസാജ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സോഫ്റ്റ് ആയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ മസാജിങ് നമ്മുടെ ഹെയറിന് എപ്പോഴും നല്ലതാണ് കേട്ടോ. അത് നൈറ്റ് ആയിക്കോട്ടെ മോർണിംഗ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിൽ ചെറിയൊരു മസാജിങ് നമ്മുടെ ഹെയറിന് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ റോസ്മേരി വാട്ടർ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു മസാജിങ് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിൽ അത് ഒരുവിധം എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ നഖമൊന്നും കൊള്ളിക്കാത്ത രീതിയിൽ സോഫ്റ്റ് ആയ രീതിയിൽ മാത്രം നിങ്ങൾ മസാജ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുന്നോട്ടേക്ക് ഇട്ടിട്ട് മുടി മസാജ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മുടെ മുടി കെട്ടി വെക്കരുത് കേട്ടോ. മുടി ജസ്റ്റ് ഒന്ന് നമ്മൾ ഡ്രൈ ആവണം. ഡ്രൈ ആവാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തായാലും സ്പ്രേ ചെയ്തപ്പോൾ ആ ഒരു നനവ് നമ്മുടെ മുടിയിൽ എന്തായാലും ഉണ്ടാവും. നമ്മുടെ സ്കാൽപ്പിലും ചെറിയൊരു രീതിയിൽ നനവ് ഉണ്ടാവും. അപ്പോൾ ആ നനവോടുകൂടി നമ്മൾ ഒരിക്കലും മുടി കെട്ടി വെക്കരുത്. നൈറ്റ് ഹെയർ കെയർ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെറം തേച്ചിട്ട് അപ്പോൾ തന്നെ നമ്മൾ മുടി കെട്ടി വെക്കാൻ പാടില്ല. ഒരു കുറച്ച് സമയം, ഒരു 5 മിനിറ്റൊക്കെ നമ്മളൊന്ന് മുടി ഇങ്ങനെ അഴിച്ചിട്ട് മുടിയൊന്നും ഇങ്ങനെ കൈകൊണ്ട് ഇതാക്കുമ്പോൾ തന്നെ അത് ഡ്രൈ ആവും. നമ്മൾ ഒരുപാടൊന്നും തേച്ചിട്ടില്ലല്ലോ, പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. അപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ട് മാത്രമേ നമ്മുടെ മുടി കെട്ടി വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് താരൻ്റെ പ്രശ്നം, മുടിക്കായ, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ എന്തായാലും വരും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മുടി ഒന്ന് ഒരു 5 മിനിറ്റ് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക. അങ്ങനെ നമ്മുടെ മുടി ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടി ചീകിയിട്ട് മുടി കെട്ടി വെക്കാം കേട്ടോ. ചീകുക എന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും മസാജിങ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു കെട്ടൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് കെട്ടി വെക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ജസ്റ്റ് മുടി ഒന്ന് ചീകി കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചീകിടണം, മുടി മസാജ് ചെയ്യണം, മുടിയിൽ സ്പ്രേ ചെയ്യണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് വേറെ എന്തോ വലിയ കാര്യം പോലെ തോന്നും. അങ്ങനെയൊന്നും ഇല്ലാട്ട് നമ്മളിത് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പറഞ്ഞു തരണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചിലവരൊക്കെ വിചാരിക്കും ഇതാണോ ഇപ്പോൾ ഇത്ര വലിയ കാര്യം എന്നൊക്കെ വിചാരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ മുടി നന്നായിട്ട് ചീകി കെട്ടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മുടി കെട്ടി വെക്കാം. അപ്പോൾ മുടി കെട്ടി വെക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ കംഫർട്ട് എങ്ങനെയാണോ അതിനനുസരിച്ച് കെട്ടി വെക്കാം. പിന്നെ മോർണിംഗ് ആയിക്കോട്ടെ നൈറ്റ് ആയിക്കോട്ടെ നമ്മൾ മുടി സ്റ്റേബിൾ ആയിട്ട് കെട്ടി വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മുടി എപ്പോഴും ഇങ്ങനെ അഴിഞ്ഞു പോകുന്ന രീതിയിൽ മുടി ഇങ്ങനെ പടർത്തിയിട്ടിട്ട് കിടക്കുക അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. വീട്ടിലിരിക്കുന്നവരാണെങ്കിലും സ്റ്റേബിൾ ആയിട്ട് കെട്ടി വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ബണ്ണ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കെട്ടുക. ഞാൻ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് മോർണിംഗ് മുടി കെട്ടി വെക്കുക എന്നൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ മെടഞ്ഞിട്ട് അറ്റം മടക്കിയിട്ട് ഞാൻ കെട്ടി വെക്കാറുണ്ട്. അല്ലെങ്കിൽ ബണ്ണ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ബൺ ടൈപ്പില്ലേ, അമ്മൻകെട്ട് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ബൺ ടൈപ്പ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ ഞാൻ കെട്ടി വെക്കാറുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നതിന് മുമ്പാണെങ്കിലും ഞാൻ അല്ലാതെ തന്നെ ഇങ്ങനെ ചുരുട്ടിയിട്ട് മുടി കെട്ടി വെക്കുമായിരുന്നു. ഇപ്പോൾ കെട്ടി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ബണ്ണും പിന്നെ ഒരു ക്ലച്ചറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ കെട്ടി വെക്കുക. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ നല്ല എന്താ പറയുക സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ കെട്ടി വെക്കുക. വലിച്ചു മുറുക്കി കെട്ടി വെക്കാതിരിക്കാൻ നോക്കുക കേട്ടോ. ഒന്ന് ലൂസായിട്ട് നമുക്ക് കംഫർട്ട് ആവുന്ന ഒരു രീതിയിൽ നിങ്ങൾ കെട്ടി വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ മോർണിംഗ് ഹെയർ കെയർ. ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒക്കെ കാണിക്കുമ്പോൾ എന്തൊക്കെയോ വലിയ സംഭവമൊക്കെ തോന്നും. പക്ഷേ ചെയ്യുമ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ സമയമില്ല എന്ന് പറയുന്നവർ അങ്ങനെ ഒരുപാട് സമയം ചെയ്ത് നിൽക്കേണ്ട അങ്ങനത്തെ കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക, ഒന്ന് മസാജ് ചെയ്യുക, ചെയ്ത് കെട്ടി വെക്കുക, അത്ര മാത്രമേ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് വലുതായിട്ട് തോന്നുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ നൈറ്റ് ആയിക്കോട്ടെ മോർണിംഗ് ആയിക്കോട്ടെ ആ ഒരു ഹെയർ കെയറിൽ നിങ്ങൾ റോസ്മേരി വാട്ടർ നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന റോസ്മേരി വാട്ടർ ഉപയോഗിച്ചോട്ടെ എന്നുള്ളത്. അങ്ങനെ വാങ്ങിക്കുന്ന റോസ്മേരി വാട്ടറിനോട് ഞാൻ അങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമില്ല കേട്ടോ. ഏറ്റവും നല്ലത് നമുക്ക് സ്വന്തമായിട്ട് തയ്യാറാക്കാൻ പറ്റുമെങ്കിൽ, നമ്മൾ അതിനകത്ത് വേറെ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഫ്രഷ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തയ്യാറാക്കി ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ നമ്മുടെ നൈറ്റിലാണെങ്കിലും മോർണിംഗിലാണെങ്കിലും കെട്ടി വെക്കുന്ന കാര്യം ഞാൻ പറയുന്ന രീതിയിൽ തന്നെ കെട്ടി വെക്കണം എന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അതിനനുസരിച്ച് നിങ്ങൾ കെട്ടി വെച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.